Hi, Namaste, welcome back viewers, welcome back to my channel Vintrader. ഇന്നത്തെ നിഫ്റ്റിയുടെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി മോർണിംഗിൽ തന്നെ പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു, ക്ലോസിംഗ് ലെവലിൽ നല്ലൊരു ഹൈക്കും പോയിട്ടുണ്ട്. അപ്പോൾ 2 ട്രേഡിലും നമ്മൾ എടുത്തിട്ടുണ്ട്, കോളും പുട്ടും. 2 ട്രേഡിലും നല്ല ഹ്യൂജ് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. മോർണിംഗിൽ നമുക്ക് 1 മിനിറ്റ് ചാർട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ആക്ച്വലി നല്ലൊരു റിട്ടേൺസ് നമുക്ക് ആക്ച്വലി 20,200 കോൾ ഓപ്ഷനിൽ പിക്ക് ചെയ്തിട്ടുണ്ട്. 180 പിക്ക് ചെയ്തിട്ട് നേരെ മാർക്കറ്റ് നമ്മൾ എക്സിറ്റ് ചെയ്ത ഒരു 11 മണിക്ക് മുമ്പ് നമ്മൾ 286 വരെ നമുക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്ത് രണ്ടാമത്തെ ട്രേഡ്, അതായത് ഒരു 10 മണി കഴിഞ്ഞ ശേഷം, ഒരു 10 മണി 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം 252 എത്തിയത്, പിന്നെ തിരിച്ച് പുൾ ബാക്ക് കഴിഞ്ഞ് പിന്നെ തിരിച്ച് പോയത് നമുക്ക് ബ്രേക്ക് ഔട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം 246 അവിടെ നിന്ന് മാർക്കറ്റ് ബാക്ക് ഇറങ്ങിയായിരുന്നു, അതിന് തിരിച്ച് ബ്രേക്ക് ചെയ്ത്. അപ്പോൾ 2 ട്രേഡിൽ നമുക്ക് മോർണിംഗിൽ തന്നെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ട സമയം ചാർട്ടിൻ്റെ മുന്നിൽ നമ്മൾ ഒരുപാട് ചിലവഴിച്ചില്ല, നമുക്ക് ആ മോർണിംഗിൽ തന്നെ പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യാനും പറ്റി. അപ്പോൾ ഇതിൽ നമുക്ക് ആ മോർണിംഗിൽ ആ ട്രേഡിൽ ആ സ്കാൽപ്പിംഗ് നോക്കി വെച്ചാൽ മതി 1 മിനിറ്റിൽ. അതേപോലെ ഇൻട്രാഡേ നമുക്ക് ഫേക്ക് അപ്പ് ഡൗൺസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ, ഇന്നത്തെ എന്ന് പറഞ്ഞാൽ 12th ജൂണിൽ മാർക്കറ്റ് സെല്ലും ഉണ്ട്, ബൈയും ഉണ്ട്. അപ്പോൾ ബൈ രാവിലെ തന്നെ നല്ലൊരു ഹൈക്ക് പോയിട്ട് നല്ലൊരു ട്രേഡ് കിട്ടി, നല്ലൊരു ഹ്യൂജ് റിട്ടേൺസ് എടുക്കാനുള്ളൊരു ചാൻസ് നമുക്ക് മോർണിംഗിൽ തന്നെ ഉണ്ടായിരുന്നു. അത് മോർണിംഗിൽ നമുക്ക് പെർഫോമൻസ് നമുക്ക് ആക്ച്വലി നമ്മൾ മിസ് ചെയ്തെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട, ലാസ്റ്റത്തെ ക്ലോസിംഗ് സിഗ്നലിൽ നല്ലൊരു ഡൗൺ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുട്ട് ഓപ്ഷൻ നമുക്ക് ഏതാണോ നമ്മൾ ഓപ്ഷൻ നമ്മൾ ട്രേഡ് എടുക്കേണ്ടത് അത് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെച്ചാൽ മതി. അതിപ്പോൾ ഞാനിവിടെ അപ്രോക്സിമേറ്റ് 23,400 പുട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് തിരിച്ച് രാവിലെ 2 മണിക്ക് ശേഷം വന്ന സിഗ്നലിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് അപ്രോക്സിമേറ്റ് 135 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റ് തിരിച്ചിറങ്ങി പിന്നെയും കയറുന്നുണ്ട്. അപ്പോൾ തിരിച്ച് രണ്ടാമത് നമ്മൾ പോർഷൻ എടുത്ത് 104 നിന്നാണ്. അവിടുന്ന് നമുക്ക് മാർക്കറ്റ് ഇപ്പോഴും കയറി 125.9 നിൽക്കുന്നത്. അപ്പോൾ നല്ലൊരു ഹ്യൂജ് റിട്ടേൺസ് ഇതിൽ നിന്ന് ഏൺ ചെയ്യാം. ചൂസ് ചെയ്യുന്ന, അതായത് കൺഫർമേഷൻ ചെക്ക് ചെയ്തിട്ട് മാത്രം എൻട്രി എടുത്തേച്ചാൽ മതി. ഇപ്പോൾ ഒരു നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും പ്രൈസ് ആൻഡ് സെയിൽസ് ഉണ്ട്. ഇത് 3 ഓക്കെ ആയ ശേഷം അടുത്ത ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അത് നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള പോയിന്റ് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ട്രെൻഡ് ലൈൻ നോക്കാം, അല്ലെങ്കിൽ കൺഫർമേഷൻ ബാർ കളർ ചേഞ്ച് ആവുന്ന നോക്കാം, അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ കളേഴ്സ് വരുന്ന സൈഡ് വേസ് ആണ്. അതല്ലെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് എക്സിറ്റ് ചെയ്യാനുള്ള മെസ്സേജും തരും. അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് കൂടുതലായിട്ട് ലൈവ് മാർക്കറ്റിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ 8 സ്ട്രാറ്റജികളെ കുറിച്ച്, 8 എന്ന് പറഞ്ഞാൽ 2009 തുടങ്ങിയ സ്ട്രാറ്റജി മൂലം 8 ഉണ്ട്. അതിൽ 2 സ്കാനുണ്ട്. സ്കാനിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മാർക്കറ്റിൻ്റെ കറക്റ്റായിട്ടുള്ള ട്രെൻഡിങ് സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് വളരെയധികം സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സിമ്പിളാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു സിഗ്നൽ വന്നാൽ കൺഫർമേഷൻ ചെക്ക് ചെയ്യുക, എൻട്രി എടുക്കുക. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് റിവേഴ്സ് പോകുന്ന പോയിന്റ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ, താഴത്തെ സോൺ ചേഞ്ച് ആകുമ്പോഴും കളർ ചേഞ്ചും ട്രെൻഡ് ലൈൻ്റെയും നമുക്ക് മൊമെൻറ്റിലൂടെ കറക്റ്റായിട്ട് പിക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇന്നത്തെ ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കണ്ടിന്യൂഷൻ മാർക്കറ്റിൽ റെസിസ്റ്റൻസ് സപ്പോർട്ട് മാത്രം നോക്കി വെച്ചാൽ മതി. റീ എൻട്രി നമുക്ക് വന്നില്ലെങ്കിലും നമുക്ക് ആക്ച്വലി റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന പോർഷനിൽ നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാം. റീ എൻട്രി കുറച്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീ എൻട്രി നമുക്ക് തരത്തുള്ളെങ്കിൽ നമുക്ക് ആക്ച്വലി മാർക്കറ്റ് തിരിച്ച് ബ്രേക്ക് ചെയ്യുന്ന പോർഷൻ നമ്മുടെ സോഫ്റ്റ് അവിടെ റെസിസ്റ്റൻസ് സിഗ്നൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. അല്ല നമുക്ക് മാർക്കറ്റ് തിരിച്ച് പിന്നെയും കയറുന്ന പോർഷനാണ് നമുക്ക് റീ എൻട്രി, ഇതുപോലെ റീ എൻട്രി സജഷൻ തരും. അതിൽ റീ എൻട്രി നമുക്ക് അതിനകത്ത് ടാർഗറ്റ് നമുക്ക് താഴെ മുകളിലായിട്ട് നമുക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇത് വെച്ചാൽ മതി. ഓക്കെ, പിന്നെ കമ്മോഡിറ്റി മാർക്കറ്റിൽ നമുക്ക് ടൈം ഫ്രെയിം എപ്പോഴും 15 മിനിറ്റ് സജസ്റ്റ് ചെയ്താൽ മതി. 5 മിനിറ്റ് നമുക്ക് റിസ്ക്കിയാണ്, 15 മിനിറ്റ്സ് ആണ് കൂടുതലും വെക്കേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ലൈവിൽ ചെക്ക് ചെയ്യാൻ, നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെ വർക്ക് ചെയ്യുന്നു ലൈവിൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.